നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണയ്ക്ക് ഇപ്പോൾ മുന്നേറ്റ നിരയിലേക്ക് ഒരു താരത്തെ ആവശ്യമുണ്ട്. അതായത് ഇടത് വിങ്ങിലേക്കാണ് ഒരു താരത്തെ ആവശ്യമുള്ളത്. നിക്കോ വില്യംസിനെ കൊണ്ടുവരാൻ കഴിയുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു, വലിയ രൂപത്തിൽ ശ്രമിച്ചിരുന്നു. അത് നടക്കാതെ പോവുകയായിരുന്നു. പിന്നീട് AC മിലാൻ്റെ പോർച്ചുഗീസ് സൂപ്പർ താരമായ റഫേൽ ലിയാവോക്ക് വേണ്ടിയായിരുന്നു അവർ ശ്രമങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ നിയന്ത്രണങ്ങളും ക്ലബിനെ ഇപ്പോൾ വല്ലാത്ത രൂപത്തിൽ അലട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലിയാവോയെ കൊണ്ടുവരാൻ ബാഴ്സലോണയ്ക്ക് സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ പലവിധ സംശയങ്ങളും നിലനിന്നിരുന്നു. ആ സംശയങ്ങൾ ശരിവെച്ചിരിക്കുകയാണ് ഇപ്പോൾ AC മിലാൻ്റെ CEO ആയ ഫർലാനി. അതായത് ലിയാവോ എങ്ങോട്ടും പോകുന്നില്ല എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ലിയാവോ AC മിലാൻ വിട്ടുകൊണ്ട് പുറത്തു പോകുന്നില്ല. അദ്ദേഹം ബാഴ്സയിലേക്ക് എത്താൻ യാതൊരുവിധ സാധ്യതകളും ഇപ്പോൾ അവശേഷിക്കുന്നില്ല. 100% ഞാൻ ഉറപ്പിച്ചു പറയുന്നു, അദ്ദേഹം ക്ലബ്ബ് വിട്ടു പോകില്ല എന്നുള്ളത്. ക്ലബ്ബ് വിട്ടു പോകാൻ വേണ്ടി അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുമില്ല. എൻ്റെ മെസ്സേജ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് AC മിലാൻ്റെ ചീഫ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കാരണവശാലും ഈ സമ്മറിൽ ലിയാവോ ക്ലബ്ബ് വിട്ടുകൊണ്ട് മറ്റൊരു ക്ലബ്ബിലേക്ക് പോവില്ല എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. നിലവിൽ FC ബാഴ്സലോണ മറ്റൊരു താരത്തിന് വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യുവൻറ്റസിൻ്റെ ഇറ്റാലിയൻ സൂപ്പർ താരമായ ഫെഡറിക്കോ കിയേസയ്ക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അദ്ദേഹത്തെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ബാഴ്സലോണ ഇപ്പോൾ ഉള്ളത്. കാരണം ഈ സമ്മറിൽ തന്നെ അദ്ദേഹത്തെ മറ്റേതെങ്കിലും ക്ലബിന് കൈമാറാൻ യുവൻറ്റസ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.